ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 10ാം ക്ലാസ്സിലെ ഹിന്ദിയാണ്. പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ. അപ്പോൾ നമുക്ക് നോക്കാം. ചാപ്റ്ററിൻ്റെ പേര് സഫറോം കി ജുഗൽബന്ദി. സഫർ എന്ന് പറഞ്ഞാൽ യാത്ര, ജുഗൽബന്ദി സംയോജനം, യാത്രകളുടെ സംയോജനം, കോമ്പിനേഷൻ ഓഫ് ജേണി. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ഇതൊരു ലഘു കഥയാണ്. ഗിഡ്കി എന്നാണ് പേര് കഥയുടെ. അഞ്ജു ഗർബന്ദയാണ് ഓദർ. ചാപ്റ്ററിലേക്ക് പോവാം നമുക്ക്. होशियारपुर से शादी का बुलावा आया था, ट्रेन से जाना तय हुआ, सर्दी हल्की हल्की दस्तक देने लगी थी, इसलिए सोचा चलो इस बार एसी के बजाय जनरल कोच से सफ़र का आनंद लिया जाए. ഓക്കെ, അപ്പോൾ ഹോഷിയാർപൂരിലേക്കാണ് ഇവർ പോകുന്നത്. ഹോഷിയാർപൂരിൽ നിന്ന് ഒരു മാരേജ് ഇൻവിറ്റേഷൻ ഉണ്ട് ഇവർക്ക്. ഒരു കല്യാണം വിളിച്ചിട്ടുണ്ട് ഇവരെ. അപ്പോൾ കല്യാണത്തിന് പോവാണ് ഇവർ. ട്രെയിനിൽ പോകാനാണ് ഇവർ തീരുമാനിക്കുന്നത്. ആ ഒരു സീസൺ എന്ന് പറയുന്നത് തണുപ്പായിരുന്നു. തണുപ്പ് കൂടിക്കൂടി വരുന്നൊരു പീരീഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ എന്ത് ചെയ്തു, എ സിയിൽ പോകണ്ട, ട്രെയിനിൽ പോവാണ്, എ സിയിൽ പോകുന്നില്ല, ജനറൽ കോച്ചിൽ ട്രാവൽ ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്യാണ്. जनरल कंपार्टमेंटिल ट्रैवल ചെയ്യാൻ ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ആദ്യം താല്പര്യമില്ലായിരുന്നു. पहले बीवी बच्चे जनरल से जाने पर कुछ नाराज हुए, पर फिर दौड़ी ना नुकुर के बात मान गए. ആദ്യം ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു, പിന്നീട് ഭാര്യയും മക്കളും ശരി ജനറൽ കമ്പാർട്ട്മെന്റിൽ പോകുന്ന സമ്മതിച്ചു. ദില്ലി സെ ലഗ്ഭഗ് 8 घंटे का सफ़र. അപ്പോൾ ഇവർ പോകുന്നത് ദില്ലിയിൽ നിന്നാണ്. ദില്ലിയിൽ നിന്ന് ഒരു 8 മണിക്കൂർ ട്രാവൽ ഉണ്ട് ഹോഷിയാർപൂരിലേക്ക്. സീറ്റ് ബുക്ക് തീ തോ ज़्यादा परेशानी नहीं हुई. അവർ സീറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് കൂടുതൽ ഒരു പരേഷാനി ടെൻഷനൊന്നും ഇല്ലായിരുന്നു. ട്രെയിൻ കയറി. ബച്ചോനെ ചട്ട് ഗിഡ്കി വാലി സീറ്റ് ചപ്പട്ലി. കുട്ടികൾ വേഗം വിൻഡോ സീറ്റിൽ തന്നെ പോയിരുന്നു. സാരാ സാമാൻ സെക്കർ മേ ഓർ പത്നി ബാത്തോ മേ മഷ്ഗൂൽ ഹോ ഗയി. അപ്പോൾ ഇവരെല്ലാം, ഈ ഭാര്യയും ഭർത്താവും 2 കുട്ടികളുമാണ്. അപ്പോൾ എന്ത് ചെയ്തു, എല്ലാവരും ഇവരുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ എല്ലാവരുടെയും അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം ഭാര്യയും ഭർത്താവും സംസാരിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്താണ് ഒരു വിളി കേൾക്കുന്നത്. ദീദി ജമ്മു കി ഷോൾ ലേലോ ബഹുത് ബടിയാ ഹെ. ജമ്മുവിലെ ഷോളാണ്, വാങ്ങിക്കൂ എന്ന് പറഞ്ഞിട്ട് ഈ ഭാര്യനെ ഒരു കച്ചവടക്കാരി സമീപിക്കുകയാണ്. രംഗ് ബിരംഗി ഷോളോं का भारी गडर उड़ाई एक सावली सलोनी कश्रारी आंगों वाली युवती പത്നി കോ ഇസ്രാർ കർണേ ലഗി. അപ്പോൾ വളരെ കളർഫുൾ ആയിട്ടുള്ള ഷോളായിരുന്നു. നല്ല കണ്ണിൽ കൺമഷിയൊക്കെ എഴുതിയിട്ടുള്ള ഒരു ലേഡി ആയിരുന്നു ഇവർ. അവർ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയോട് വാങ്ങിക്കൂ വാങ്ങിക്കൂ എന്ന് പറയണം. അപ്പോൾ ഭാര്യ കിത്തനി കി ഹേ, എത്ര രൂപയാണ്? 2800 ആണെന്ന് പറയുന്നുണ്ട്. 250 rupees ആണെന്ന് പറയുന്നുണ്ട്. ഇത്രയും മെഹങ്കി, ഇത്ര രൂപയോ? ജ്യാദാ പീസ് ലോഗി തോ കം കർ ദൂങ്കി. അപ്പോൾ ഈ കച്ചവടക്കാരി പറയും, കുറേ പീസ് എടുക്കുകയാണെങ്കിൽ കുറച്ച് തരാമെന്ന് പറയും. അപ്പോൾ ഈ ലേഡി, ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പറയും, മുझे ദുക്കാൻ കോൽനി ഹേ ക്യാ, ഇതുകൊണ്ട് ഞാൻ എന്താ കുറേ എണ്ണം വാങ്ങിച്ചിട്ടുണ്ടെ കട തുറക്കാൻ പോകണോ, അല്ലെങ്കിൽ ഞാനിത് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണോ എന്ന് ചോദിക്കും. ലേ ലോന ബഹനോ ഓർ ബാബിയും കേലി. അപ്പോൾ വാങ്ങിക്കൂ, നിങ്ങളുടെ സിസ്റ്റേഴ്സിനോ നിങ്ങളുടെ ഏട്ടത്തിയമ്മമാരോ ഒക്കെ ഉണ്ടാവില്ലേ, അവർക്കൊക്കെ കൊടുക്കാമല്ലോ എന്ന് പറയും. ബാബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടൻ്റെ ഭാര്യേനെയാണ് നമ്മൾ നോർമലി ബാബി എന്ന് പറയുക. ആമേനെ പത്നിക്കോ ഇഷാര കിയ. അപ്പോൾ ഈ ഭാര്യയുടെ ഈ ബാർഗൈനിങ് കേട്ടിട്ട് ഈ ഭർത്താവ് കണ്ണോട് കാണിക്കുക, അങ്ങനെ പറയരുത് എന്നുള്ള രീതിയിൽ കാണിക്കുകയാണ് കേട്ടോ, ഇങ്ങനെ ബാർഗൈൻ ചെയ്യണം കണ്ടിട്ട്. അപ്പോൾ ഭാര്യ തോ ഉസ്നെ ആംഗും തരേർക്കർ മുझे ചുപ് रहने का संकेत दिया. അപ്പോൾ ഭാര്യ ഭർത്താവിനോട് കണ്ണുകൊണ്ട് ഇങ്ങനെ മിണ്ടാതിരിക്കും എന്ന് പറഞ്ഞിട്ട് പറയും. ഓക്കെ, അച്ഛാ 5 പീസ് ലൂ ദോ കിത്തനി കി ദോഗി. ശരി, ഞാൻ 5 പീസ് എടുക്കാം, എത്ര രൂപയ്ക്ക് തരും ചോദിക്കും. 200 रुपये पर പീസ് ലേ ലേന ദീദി. അങ്ങനെയാണെങ്കിൽ ഒരു പീസ് 200 രൂപയ്ക്ക് തരാമെന്ന് പറയും. നാ 100 रुपये पर പീസ്. അപ്പോൾ ഇതിൻ്റെ ഭാര്യ പറയും, ഇല്ല 100 രൂപ, 200 ഒന്നും പറ്റില്ല, 200 ഒന്നും പറ്റില്ല, 100 രൂപയ്ക്കാണെങ്കിൽ എടുക്കാൻ പറയും. ദീദി 100 ബഹുത് കം ഹേ. അപ്പോൾ ഈ കച്ചവടക്കാരി പറയും, അയ്യോ 100 രൂപ ഭയങ്കര കമ്മിയാണ്. കഹത്തെ ഹുയെ ഉസ്കാ ഗല റൂൻ ഗയ ഓർ ഉസ്കി കശ്രാരി ആംഗേം ബർ ആയി. അപ്പോൾ ഭയങ്കര കുറവല്ലേ 100 രൂപ എന്ന് പറയണത് എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ തൊണ്ടയിടറി സങ്കടം കൊണ്ട് കേട്ടോ. അതാണ് ഈ ഗല റൂന്ത് ഗയ എന്ന് പറയണത്. എന്നിട്ട് അവരുടെ കണ്ണിൽ കൂടെ ആ കൺമഷി കഴിഞ്ഞ് കണ്ണിൽ കൂടെ വെള്ളം നിറഞ്ഞിട്ട് വരാൻ തുടങ്ങി. അങ്ങനെ ആ ഒരു മാറ്റം, ആ കണ്ണിൽ ആ നനവ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു.
चल ना तेरी ना मेरी 150 per piece. അപ്പോൾ പറയാം അവസാനം അവർ ഒരു ബാർഗൈനിങ് ചെയ്യുന്നൊരു ഇതിലെത്തി, നിനക്കും വേണ്ട എനിക്കും വേണ്ട, നീ പറഞ്ഞതും വേണ്ട ഞാൻ പറഞ്ഞതും വേണ്ട, 150 per piece, 150 രൂപ ഒരു പീസിന്. അച്ഛാ ദീദി ടീക്ക് ഹേ ലോ റംഗ് പസന്ദ് കർ ലോ, ശരി ഓക്കെ ആണ്, ഏതാണ് കളർ സെലക്ട് ചെയ്യൂ എന്ന് പറയും ഈ കച്ചവടക്കാരി. कुछ सोचते हुए उसने कहा और गडर पत्नी के सामने सरका दिया. पत्नी ने 5 शॉलों अलग कर ली और मेरी और देख रुपये देने का इशारा किया. അപ്പോൾ കച്ചവടക്കാരി ആ ഭാണ്ഡം അവരുടെ ആ ഒരു സാധനങ്ങൾ താഴെ വെച്ച് സെലക്ട് ചെയ്യാൻ കൊടുത്തു. അങ്ങനെ ഒരു 5 ഡിഫറെൻറ്റ് കളർ ഷോള് ഈ ഭാര്യ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം ഭർത്താവിനെ ഇങ്ങനെ നോക്കി പൈസ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. मैंने शर्ट 750 750 രൂപയായി കേട്ടോ. 750 रुपये निकाल कर दे दिया. 750 രൂപ കൊടുത്തു. उसके जाने के बाद रास्ते भर पत्नी की सुई इसी बात पर अटकी रही. वो एक बार में ही 150 में मान गई. ആ സ്ത്രീ പോയി, കച്ചവടക്കാരി പോയതിന് ശേഷം നമ്മുടെ ഈ ഭാര്യ എന്താണ് ഭർത്താവിനോട് പറയണമെന്ന് വെച്ചാൽ, ഞാൻ ഒരു തവണ ഇങ്ങനെ വില പേശിയില്ലേ 150 രൂപ എന്ന് പറഞ്ഞ് ഞാൻ ഒരു തവണ വില പേശിയപ്പോഴത്തേ അവർ ഓക്കെ പറഞ്ഞു, ഒന്നുകൂടി വില പേശായിരുന്നു, അപ്പോൾ കുറച്ച് തരുമായിരുന്നു എന്ന് പറയുകയാണ്. ഗൽത്തി കി ദോടാ ദോൽ മൂൽ ഓർ കർണ ചാഹിയേത്ത, ഒന്നുകൂടി നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു, പറഞ്ഞ് കുറപ്പിക്കണമായിരുന്നു ബാർഗൈനിങ് ചെയ്തിട്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഭാര്യ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഓർ മേരി സൂയി അതീത് മേ ജാ അഡ്കീത്തി, പക്ഷേ ഈ ഭർത്താവിൻ്റെ ചിന്തകൾ വേറെ ആയിരുന്നു. അയാൾ വേറെ എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ പാസ്റ്റിലേക്ക് പോയി, അയാളുടെ പഴയ കാലത്തിലേക്കാണ് അയാൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ബേട്ടിക്കോ ഗോദ് മേ ബിട്ടാ റെയിൽഗാഡി की गिटकी से जानते में सोच रहा था. मेरे पिता भी रेलगाड़ी में सामान बेच जब थके हारे घर आते तो उनकी आंखों में भी वही नमी थी जो आज उस युवती की आंखों में थी. സോ ഇയാൾ എന്താ ചിന്തിച്ചതെന്ന് വെച്ചാൽ, ഇയാളെ മകളേനെ മടിയിലിരുത്തിയിട്ട് നമ്മുടെ ട്രെയിനിൻ്റെ ജനലിലൂടെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തലയിട്ട് ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് ഇയാൾ ചിന്തിക്കുകയാണ്, ഇയാളുടെ അച്ഛനും ഇതുപോലെ ട്രെയിനിൽ സാധനങ്ങൾ വിൽക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ വിറ്റ് അയാൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ടയേർഡായിട്ട് അയാൾ വീട്ടിലേക്ക് വരുമല്ലോ സാധനങ്ങളൊക്കെ വിറ്റതിന് ശേഷം. അപ്പോൾ ആ അച്ഛൻ്റെ കണ്ണുകളിലും എന്ത് കണ്ടിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ആ സ്ത്രീയുടെ കണ്ണുകളിൽ കണ്ട ആ ഒരു നനവ്, അത് സങ്കടപ്പെട്ട് വന്ന ആ കണ്ണിൽ വന്ന ആ കണ്ണുനീര്, ആ നനവ് ആരുടെ കണ്ണിലും ഇദ്ദേഹം കണ്ടിട്ടുണ്ട്, ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കണ്ണിലും. ജോ ആജ് ഉസ് യുവതിക്ക് ആങ്കോമേത്തി, ഇന്ന് ആ സ്ത്രീയുടെ കണ്ണുകളിൽ കണ്ട അതേ കണ്ണീര് പണ്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കണ്ണുകളിൽ ആ നനവ് ഇയാൾ കണ്ടിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. അഞ്ജു ഗർബന്ദയാണ് ഓദർ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും കാര്യങ്ങളും നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബട്ടൺ ഇനാബിൾ ചെയ്യുക. അപ്പോൾ താങ്ക് യു.